ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതഗോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം
അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഗുരുവായൂർ ഏകാദശി, ഗീതാദിനം, തപോവന ജയന്തി ആശംസകൾ. എല്ലാ ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും ഒക്കെ എല്ലാവരും ഗുരുവായൂർ ഏകാദശി നോറ്റുകൊണ്ട് ഭഗവത്ഗീതയും നാരായണീയവും സഹസ്രനാമങ്ങളൊക്കെ പാരായണം ചെയ്യലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം കുറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു, ഞങ്ങളിന്ന് ഗീത മുഴുവൻ വായിച്ചു, ഇന്ന ഭാഗങ്ങൾ വായിച്ചു, നാരായണീയം വായിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ടായിരുന്നു. വളരെ സന്തോഷം. ലോകം മുഴുവൻ ഇന്നത്തെ ദിവസം ഗീതാദിനം വളരെ ഗംഭീരമായിട്ട് എല്ലായിടത്തും കൊണ്ടാടുന്നു. ഗുരുവായൂർ ഏകാദശി അറിയാത്തവർ പോലും ലോകത്തിലുള്ള ഹിന്ദുക്കൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഗീതാദിനമാണെന്ന്. ഇപ്പോൾ ഒരു ഭഗവത്ഗീതാദിനം കൊണ്ടാടുന്നുണ്ട്. പിന്നെ ചിന്മയ പ്രസ്ഥാനങ്ങളിൽ എല്ലായിടത്തും തപോവന ജയന്തി, അതിൻ്റെ പൂജകൾ, ഗീതാ ജയന്തിയുടെ ഗീതാ പാരായണങ്ങൾ എല്ലാം ഗംഭീരമായിട്ട് എല്ലായിടത്തും നടക്കുന്നതായിട്ടുള്ള കാര്യം അറിഞ്ഞു. അപ്പോൾ നമ്മൾ പകല് ക്ലാസ് ഒഴിവാക്കിയത് പലർക്കും അതുകൊണ്ട് സൗകര്യമാവുകയും ചെയ്തു. അങ്ങനെയും പറഞ്ഞു. രാവിലത്തെ നമ്മുടെ ക്ലാസ് ഇല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്കത് സമാധാനമായിട്ട് പാരായണം ചെയ്യാൻ പറ്റി എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. വളരെ നല്ലത്. ഞാനും രാവിലത്തെ പാരായണം കഴിഞ്ഞപ്പോൾ അല്പം ക്ഷീണം ബാധിച്ചു. അപ്പോൾ ശബ്ദവും കുറച്ച് ബാധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്തത്. വൈകുന്നേരം നമുക്ക് കുറച്ച് നേരമെങ്കിലും ഭാഗവതം സ്മരിക്കാം. ഇവിടെ കുറച്ച് എന്താ പറയുക, ക്ലീനിങ്ങും ഷിഫ്റ്റിങ്ങും കുറച്ച് കാർപ്പൻട്രി വർക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു. അത് കഴിയാൻ ഇപ്പോൾ വൈകി. അതുകൊണ്ടപ്പോൾ 7 മണിക്ക് ശേഷം ആക്കിയത് ക്ലാസ്. ഗീതാരതി എനിക്കറിയില്ല. ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യൻ ആരോ ആണ്. നോർത്ത് ഇന്ത്യയിലെ എല്ലാ ദേവതകളെക്കുറിച്ചും ആരതി സ്തോത്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഗീതയെക്കുറിച്ചും അല്ലേ, ഗംഗാ ആരതി, ഗീതാരതി ഒക്കെ അവിടെ വളരെ പ്രശസ്തമാണ്. ഹനുമാൻ സ്വാമിക്കുള്ള ആരതിയുണ്ട്, ശ്രീരാമസ്വാമിക്കുള്ള ആരതിയുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലുള്ള ആരതികളുണ്ട്. ഭാഗവതാരതി, നാരായണീയ ആരതി നമ്മുടെ കേരളത്തിലും പോപ്പുലറാണ്. നമ്മൾ സൗന്ദര്യലഹരിക്കടക്കം ഇപ്പോൾ പുതിയതായിട്ട് ആരതി സ്തോത്രം നമ്മുടെ അദ്ദേഹം മഹേഷ് ജി നിർമ്മിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭഗവത്ഗീത ആരതി ആരാ രചിച്ചതെന്ന് അറിയില്ല. നമുക്കെന്തായാലും അപ്പം തിന്നാൽ പോരെ അല്ലേ? എല്ലാ കുഴിയുമൊന്നും എണ്ണി സമയം കളയണമെന്നില്ല. അല്ല, അറിയാൻ പറ്റിയാൽ നല്ലത് തന്നെയാണ് ഒരു ഇൻഫർമേഷൻ. ഇനി ഏതെങ്കിലും ഒരു മഹാത്മാവാണ്, അത് നമ്മൾ അറിയുന്നൊരു മഹാത്മാവാണ് രചിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് കൂടുതലൊരു മമത വരും. അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക്
അതിനോട് ആ അടുപ്പം കുറയും. എന്തായാലും ആരോ ആവട്ടെ. നാരായണ. അപ്പം നമുക്കിപ്പോൾ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഗുരുവായൂർ ഏകാദശിയും വിശേഷ ദിവസമൊക്കെ ആയിട്ട് അല്ലേ, ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതും ഇന്നാണെന്നാണ് ഐതിഹ്യങ്ങൾ പലരും പറയുന്നത്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഗോവർദ്ധന പർവ്വതം ഇന്നാണ് ഭഗവാൻ പൊക്കിയത്, ഗോകുലത്തെ രക്ഷിച്ചത് എന്നൊക്കെ എല്ലാം ഐതിഹ്യങ്ങളാണ്. എന്തായാലും നമുക്ക് കുറച്ച് ഗോപികാഗീതം കാണാം. ഗോപികാഗീതം വായിക്കാം. 31-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 31-തമോऽധ്യായഃ. ഗോപ്യ ഊജുഃ. ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദയിദൃശ്യതാം ദിക്ഷു താവഗാഃ ത്വയി ധൃതാസവസ്ത്വം വിചിന്വതേ. ശരദുദാശയേ സാധുജാതസരസിജോദര ശ്രീമുഷാദൃശാ സുരതനാഥത്തെ അശുൽകദാസികാ വരദ നിഘ്നദോ നേഹ കിം വദഃ. വിഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുഗാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വതോഭയാത് ഋഷഭത്തെ വയം രക്ഷിതാമുഹുഃ. ന ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദൈവാൻ സാത്വതാം കുലേ. വിരചിതാഭയം വൃഷ്ണിധുര്യത്തെ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിനഃ ശ്രീകരഗ്രഹം. വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയധ്വംസനസ്മിതം ഭജസഖേ ഭവത്കിങ്കരീ സ്മനോ ജലരുഹാനനം ചാരുദർശയ. പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം തേ പദാംബുജം കൃണുകുചേഷു നഃ കൃന്ദി ഹൃച്ചയം. മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ വിധികരീരിമാ വീരമുഹ്യദീഃ അദരസീതുനാപ്യായയസ്വ നഃ. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം. ശ്രവണമംഗളം ശ്രീമദാഗതം ഭുവി ഗൃണന്തി തേ ഭൂരിതാ ജനാഃ. പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം. രഹസി സംവിതോ യാ ഹൃദി സ്പൃശഃ കുഹഗനോ മനഃ ക്ഷോഭയന്തിഃ. ചലസി യദ്വ്രജാചാരയൻ പശൂൻ
നളിനസുന്ദരം നാഥത്തെ പദം ശിലതൃണാങ്കുറൈ സീതദീദിനഃ കലിലതാമന കാന്തഗച്ഛതി ദിനപരീക്ഷയേ നീലകുന്തളൈ വനരുഹാനനം ബിഭ്രദാവൃതം ഗണരജസ്വലം ദർശയന്മുഹു മനസി ന സ്മരം വീരയച്ഛസി പ്രണതകാമദം പദ്മജാർച്ചിതം ധരണിമണ്ഡനം ധ്യേയമാപദി ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേഷ്വർപ്പയാദിഹൻ സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ഠുചുംബിതം ഇതരരാഗവിസ്മരണം നൃണാം വിതരവീരനസ്തേധരാമൃതം അടതിയദ്ഭവാൻ അഹ്നികാനനം ത്രുടിർയുഗായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജഡ ഉദീക്ഷതാം പക്ഷ്മകൃദൃശാം പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗതാ ഗതിവിദസ്തവോദ്ഗീതമോഹിതാഃ കിതവയോഷിത കസ്ത്യജേന്നിശി രഹസി സംഭിതം ഹൃച്ഛയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യധാമത്തെ മുഹുരതിസ്പൃഹാ മുഹ്യത്തെ മനഃ വ്രജവനൗകസാം വ്യക്തിരംഗത്തെ വൃജിനഹന്ദ്ര്യലം വിശ്വമംഗളം ത്യജമനാച്ചന ത്വത്സ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം യന്നിഷൂദനം യത്തേ സുജാതചരണാംബുരുഹം സ്തനേഷു ഭീതാശനൈഃ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീമടസി തദ്വ്യദതേന കിം സ്വിത കൂർപ്പാദിഭിർഭ്രമതി ധീർഭവതായുഷാം നഃ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീഗീതം നാമ ഏകത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഗുരുവായൂർ ഏകാദശി ഗീതാദിനം തപോവന ജയന്തി ആശംസകൾ. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ജന്മം സഫലമാകട്ടെ, ധന്യമാകട്ടെ. ഭാഗവത ജ്ഞാനഗംഗ രാസക്രീഡാവർണ്ണനം 31-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോപികാഗീതം ഇതാണ് ഈ അധ്യായത്തിൻ്റെ പേര്. അതിമനോഹരമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് ഗോപികമാർ പാടിയ പാട്ട്. അവരുടെ കരച്ചിലാണ് വാസ്തവത്തിൽ ഭഗവാനെ കാണാത്ത വ്യഥ അവർ
ഭഗവാൻ ആഗമിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഭഗവാനെ തന്നെ ഭാവിച്ചുകൊണ്ട് എല്ലാ ഗോപികമാരും കൂടി യമുനാ പുളിനത്തിൽ വെച്ച് രാത്രി നേരത്ത് പാടിയ പാട്ടാണ്. അപ്പോൾ അവർ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയും ഭഗവാന്റെ ആ സാന്നിധ്യവും ഭഗവാന്റെ കരസ്പർശം, പാദസ്പർശം ഇതൊക്കെ കൊതിച്ചുകൊണ്ടാണ് അവരുടെ ഓരോരോ വരികളും പ്രാർത്ഥനകളും. ഭഗവാനിൽ നിന്ന് വേറൊന്നും വേണ്ട, അവർക്ക് ഭൗതികമായിട്ടൊന്നും വേണ്ട, ഭഗവാനേ മതി. ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം മതി. ബാക്കി ലോക വിഷയങ്ങളൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പൊ അനന്യഭക്തകളാണ്. നമ്മൾ ഇന്നലെ 7 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് കണ്ടത്. തുടർന്ന് കാണാനുണ്ട്. അപ്പൊ 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അങ്ങയെ നമസ്കരിക്കുന്ന ദേഹികൾക്കെല്ലാം, പ്രണമിക്കുന്ന ദേഹികളുടെ പാപങ്ങളെ നശിപ്പിക്കുന്നതും പശുക്കളുടെ പുറകെ സഞ്ചരിക്കുന്നതും തൃണചര അനുഗം ശ്രീനികേതനം ലക്ഷ്മിക്ക് വാസസ്ഥാനമായിരിക്കുന്നതും കാളിയന്റെ ശിരസ്സിൽ അർപ്പിച്ചതുമായിട്ടുള്ള അങ്ങയുടെ പദാംബുജം നഹ കുചേഷു കൃണു, ഞങ്ങളുടെ കുചങ്ങളിൽ ചേർത്തു വയ്ക്കൂ. അങ്ങനെ ഞങ്ങളുടെ ഹൃച്ചയം കൃന്തി, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള കാമപീഡയെ, മന്മഥ താപത്തെ നശിപ്പിച്ചാലും, മുറിച്ചു കളഞ്ഞാലും, ഛേദിച്ചു കളഞ്ഞാലും അങ്ങയുടെ മധുരമായ വാക്കുകൾ, അതിമനോഹരമായിട്ടുള്ള വാചകങ്ങൾ ബുധന്മാർക്ക് അത് മനസ്സിന് ആനന്ദം നൽകുന്നവയാണ്. അങ്ങനെയുള്ള ആ വാക്കുകളെ കൊണ്ട് ഞങ്ങളെല്ലാം മോഹിച്ചിരിക്കുകയാണ്. അങ്ങയുടെ വിധികരികളാണ് ഞങ്ങൾ, കിങ്കരികളാണ്, ആജ്ഞാകരികളാണ്. ഹേ വീര, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു, അല്ലേ? അങ്ങയുടെ വീരം ഞങ്ങൾക്കറിയാം, പക്ഷെ അത് ഞങ്ങളെ വളരെയധികം മോഹിപ്പിച്ചിരിക്കുന്നു. ഹേ താമരക്കണ്ണ, അതുകൊണ്ട് അങ്ങയുടെ അധരസീതുണ ആപ്യായേസ്വ, അങ്ങയുടെ അധരാമൃതം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ചാലും. ഞങ്ങളിപ്പോൾ മോഹാലസ്യം ബാധിച്ച് മരിക്കാനായിരിക്കണം, മരണത്തോടടുത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിക്കാൻ, ഞങ്ങളെ പോഷിപ്പിക്കാനായിക്കൊണ്ട് അങ്ങയുടെ അധരാമൃതത്തിനെ സാധിക്കുകയുള്ളൂ. അതൊരു അമൃതമാണ്. മരണമാസന്നനായിട്ടുള്ളവർക്ക് അമൃതം എങ്ങനെയാണോ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, തൽസമമാണ് അങ്ങയുടെ അധരാമൃതം. അപ്പൊ ഞങ്ങളുടെ ആ മോഹാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട്, ശക്തി പ്രാപിക്കാനായിക്കൊണ്ട്, ആനന്ദിക്കാനായിക്കൊണ്ട് അങ്ങയുടെ അധരാമൃതം നൽകി അനുഗ്രഹിച്ചാലും. അങ്ങയുടെ കഥാമൃതം അത് തപിക്കുന്ന എല്ലാവർക്കും ജീവനമാർഗമാണ്. ഞങ്ങൾക്കും അതുതന്നെയാണ്. അങ്ങയുടെ കഥയെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ആ പ്രാണനെ നിലനിർത്തിയിരിക്കുന്നത്. അത് മഹാകവികളെല്ലാം, ഋഷീശ്വരന്മാരെല്ലാവരും സ്തുതിക്കുന്നതാണ്. ആരാണോ അങ്ങയുടെ കഥാമൃതത്തെ കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്, അവരുടെ കൽമഷങ്ങളെല്ലാം നശിച്ചു പോകുന്നു. കേൾക്കുന്ന ആ ശ്രവണങ്ങൾക്ക് ഏറ്റവും മംഗളകരമായിട്ടുള്ളതാണ്. കേൾക്കുന്ന മാത്രയിൽ മംഗളത്തെ നൽകുന്നതാണ്. അത് ശ്രീമത്താണ്. അങ്ങനെയുള്ള അങ്ങയുടെ കഥാമൃതത്തെ ആരാണോ ആതതം ഭുവി ഗൃണന്തി, വിസ്തരിച്ച് ഭൂമിയിൽ ഗാനം ചെയ്യുന്നത്, പാടുന്നത്, തേ ജനാഹ ഭൂരിദാഹ, ആ ജനങ്ങൾ ധാരാളം കൊടുത്തവരാണ്, അല്ലെ? കൊടുത്തു വെച്ചവരാണ്, പുണ്യാത്മാക്കളാണ്, ഭാഗ്യവാന്മാരാണ്. അപ്പോ സുഹൃതികൾക്ക് മാത്രമേ അങ്ങയുടെ കഥാമൃതത്തെ ഇങ്ങനെ ഗാനം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ അതിന് സുഹൃതം വേണം, സുഹൃതം വേണം. അപ്പൊ അത് കേൾക്കുന്ന എല്ലാവരും സുഹൃതികളാണെന്ന് ഗോപികമാർ നമ്മളോട് പറയുകയാണ്. ശ്രീശുഖ ബ്രഹ്മർഷി പറയുകയാണ്, വ്യാസൻ പറയുകയാണ്, സൂതൻ പറയുകയാണ്, എല്ലാവരും പറയുന്നു, ഞാനും പറയുന്നു. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിൽ താല്പര്യവും അതിനുള്ള ഭാഗ്യവും ലഭിക്കുന്നത് സുഹൃതം കൊണ്ട് മാത്രമാണ്. ഹേ പ്രിയ, അങ്ങയുടെ പ്രഹസിതം
അങ്ങയുടെ മന്ദഹാസം, അങ്ങയുടെ പ്രേമവീക്ഷണം, അങ്ങയുടെ വിഹരണം, ഇതെല്ലാം തന്നെ ധ്യാനമംഗളമാണ്. എല്ലാം ചിന്തിക്കും തോറും മംഗളം നൽകുന്നതാണ്. അങ്ങനെയുള്ള അങ്ങയുടെ രഹസ്യത്തിലുള്ള സംവാദങ്ങൾ എല്ലാം ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മനസ്സിനെ അത് ക്ഷോഭിപ്പിക്കുന്നു. ഹേ വഞ്ചക, കുഹക, ഞങ്ങളുടെ മനസ്സിനെയൊക്കെ അങ്ങ് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനായിക്കൊണ്ട്, ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവാനായിട്ട് അങ്ങ് ഇങ്ങോട്ട് വരൂ. അങ്ങയുടെ ദർശനം കൊണ്ട് മാത്രമേ ഞങ്ങളുടെ മനസ്സിന് ആ ക്ഷോഭം മാറി ശാന്തി ലഭിക്കുകയുള്ളൂ. ഞങ്ങളുടെ മനസ്സിനെയും അപഹരിച്ചു കൊണ്ടുപോയ കുഹകനാണ് അങ്ങ്, വഞ്ചകനാണ് അല്ലേ? ഏതൊക്കെ രീതിയിലാണ് അങ്ങ് ഞങ്ങളെ വഞ്ചിച്ചത്? വഞ്ചന മതിയാക്കി ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകൂ. ഇതാണ് പ്രാർത്ഥന. ഇനി നമുക്ക് 11 മുതൽക്കാണ് കാണേണ്ടത്. ചലസിയദ്ബ്രജാചാരയൻ പശൂൻ നളിനസുന്ദരം നാഥത്തെ പദം ശിലതൃണാങ്കുരൈ സീദതീതിനഃ കലിലദാമന കന്ദഗച്ഛതി. ചലസിയദ്ബ്രജാചാരയൻ പശൂൻ നളിനസുന്ദരം നാഥത്തെ പദം ശിലതൃണാങ്കുരൈ സീദതീതിനഃ കലിലതാം മനഃ കാന്തഗച്ഛതി. അപ്പോ ഭഗവാന്റെ ആ പാദം ഇപ്പൊ വനത്തില് രാത്രി നേരത്ത് സഞ്ചരിക്കുമ്പോൾ കല്ലിലും മുള്ളിലും പുല്ലുകളിലും മൂർച്ചയേറിയ പുല്ലുകൾ തട്ടിയാൽ പോലും വേദനിക്കുന്ന അത്രയും കോമള പദങ്ങളാണ് അങ്ങയുടേത്. അപ്പൊ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ശാന്തിയില്ല, സ്വസ്ഥതയില്ല. ഇപ്പൊ മാത്രമല്ല, അങ്ങ് എന്നും ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പശുക്കളെ മേയ്ക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ തപിക്കുന്നവരാണ്. അങ്ങയുടെ പാദങ്ങൾ കല്ലിൽ തട്ടി വേദനിക്കുമോ, പുല്ലിൽ തട്ടി വേദനിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും മനസ്സ് കലുഷിതമാണ്, ഞങ്ങൾ അസ്വസ്ഥരാണ്. അപ്പൊ പിന്നെ ഈ രാത്രിയിൽ ഈ വനത്തിൽ അങ്ങിങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ അങ്ങയുടെ പാദങ്ങൾ നോവില്ലേ? അങ്ങയുടെ പാദങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുതരൂ അല്ലേ? അതാണ് ഇനിയുള്ള വരുന്ന ശ്ലോകങ്ങളിലും പറയാൻ പോകുന്നത്. അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ തലോടിത്തരാം, ശുശ്രൂഷിക്കാം, ഞങ്ങളുടെ കുജങ്ങളിലൊക്കെ വെച്ച് മർദ്ദനം ചെയ്ത് അതിന് സന്തോഷം തരാം, സുഖം തരാം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ കാലുകൾക്കുണ്ടാകുന്ന ചെറിയ പീഡ പോലും ഇവർക്ക് സഹിക്കാനാവുന്നില്ല. അത് ചിന്തിക്കും തോറും അവർക്ക് മനസ്സ് കലിലതയെ പ്രാപിക്കുന്നു, വല്ലാത്തൊരു വിഷമതയെ, അസ്വാസ്ഥ്യത്തെ പ്രാപിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയുമ്പോൾ പറയും, ഒരു യഥാർത്ഥ സ്നേഹം എങ്ങനെയുള്ളതാണ്? ഇങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതല്ല. സാധു ന കാമയമാന, ഇങ്ങോട്ട് കാമിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം. പിന്നെയോ തൽ സുഖസുഖിത്വം എന്ന് പറയും. തൽ സുഖസുഖിത്വം എന്ന് പറഞ്ഞാൽ താൻ ആരെയാണോ പ്രേമിക്കുന്നത് അവരുടെ സുഖമാണ് തൻ്റെ സുഖം എന്ന് കരുതുന്നതാണ് യഥാർത്ഥ സ്നേഹം. നമ്മൾ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെയാണ്. എന്താ, നമ്മുടെ സ്നേഹം യഥാർത്ഥമാണോ എന്ന് ഉരച്ചു നോക്കാനുള്ള ഒരു നാരദ മഹർഷിയുടെ ഒരു പ്രമാണമായിട്ടുള്ള സൂത്രം, വാചകം. ഇതിലൊന്ന് ഉരച്ചു നോക്കൂ. നിങ്ങൾക്ക് ആരോടൊക്കെ സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുവോ അതൊക്കെ യഥാർത്ഥമാണെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരുടെ സുഖത്തിന് വേണ്ടി അവരെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷ ഉണ്ടാവാനും പാടില്ല. സാധുന കാമയമാന, ആ ഭക്തി അഥവാ പ്രേമമാകട്ടെ ന കാമയമാന എന്ന് പറയുന്നുണ്ട്. ന കാമയമാന, ഇങ്ങോട്ടൊന്നും കാമിക്കാതെ,
യാതൊരു കണ്ടീഷനുമില്ലാതെ ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടുണ്ട് അല്ലേ? നമ്മുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണ്? ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടൊരു പാലം ഇട്ടാൽ ഇങ്ങോട്ടും വേണ്ടേ? അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ ഇങ്ങോട്ട് അതിന് റെക്കഗ്നിഷൻ വേണ്ടേ? പ്രതിഫലം തരണ്ടേ? എന്നൊക്കെയുള്ള ചിന്തയാണ് എല്ലാവർക്കും പൊതുവെ ഈ ലോക വ്യവഹാരത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുകയുമില്ല. അങ്ങോട്ട് എത്രത്തോളം തങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റും, അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മതി സേവിക്കാനായിക്കൊണ്ട്. എനിക്കൊരു ചാൻസ് തരൂ അങ്ങയെ സേവിക്കാൻ എന്നാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ, ഭക്തിയുള്ളവർ പറയുക. അതാണ് തൽ സുഖ സുഖിത്വം. അപ്പോൾ തൻ്റെ പ്രേമഭാജനത്തിൻ്റെ സുഖമാണ് തൻ്റെ സുഖം. അദ്ദേഹത്തിൻ്റെ വിഷമമോ തനിക്ക് സഹിക്കാനാവില്ല. താൻ ആരെ സ്നേഹിക്കുന്നുവോ അദ്ദേഹത്തിന് ദുഃഖമുണ്ടാകുന്നുണ്ടെങ്കിൽ, വിഷമമുണ്ടാകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പീഡകളോ നഷ്ടങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സഹിക്കാനും ആവില്ല. അതാണ് പ്രേമം. അങ്ങനെയുള്ള പ്രേമം നമുക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കാം, അല്ലേ? അത് ഭഗവാന്റെ നേർക്കാവട്ടെ ആദ്യം, ബാക്കിയുള്ളവരുടെ നേരൊക്കെ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഭഗവാന്റെ തന്നെ അല്ലേ മാനിഫെസ്റ്റേഷനാണ്. പ്രതിപുരുഷന്മാരാണ് നമ്മൾ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന സജ്ജനങ്ങളെല്ലാം. അമ്മയ്ക്ക് മക്കളോടൊക്കെ കണ്ടീഷനൊക്കെ ഉണ്ടാവും പലപ്പോഴും. അമ്മ മക്കളിൽ ഭാവി കാണുന്നുണ്ട്. ഇപ്പോൾ കൊച്ചുകുട്ടികളാണ്, അവർക്കിപ്പോൾ തിരിച്ചു തരാനൊന്നും കഴിവൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റുള്ള അടുത്ത വീട്ടിലെ കുട്ടികളോട് തോന്നില്ലല്ലോ. അതേപോലെയുള്ള കുട്ടികളോട്, സ്വന്തം സഹോദരിയുടെ മക്കളോട്, സഹോദരന്റെ മക്കളോട് തോന്നില്ലല്ലോ അതേ സ്നേഹം. അപ്പം എന്തുകൊണ്ടാണ്? അതിലൊരു പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും എപ്പോഴെങ്കിലും തനിക്ക് തിരിച്ചു കിട്ടും. എൻ്റെ വയസ്സുകാലത്ത് കുട്ടികൾ വലുതായാൽ എനിക്ക് സുരക്ഷ തരും, എനിക്കവരെ ആശ്രയിക്കാം എന്നുള്ളൊരു ചെറിയൊരു കൊടുക്കൽ വാങ്ങൽ കച്ചവടത്തിൻ്റെ ഒരു കണിക ഉണ്ടാവാതിരിക്കില്ല. അതിന് വിഷമം വരുമ്പോഴാണ് അല്ലേ വഴക്കൊക്കെ ഉണ്ടാകുന്നത്. മരുമകൾ വന്നപ്പോൾ മകൻ്റെ സ്നേഹം കുറഞ്ഞു, മകൻ തനിക്ക് തരുന്നതെല്ലാം കുറഞ്ഞു. ഇപ്പം എല്ലാം മരുമകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ശണ്ട കൂടാറില്ലേ? നല്ല അമ്മമാര് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വിട്ടുവീഴ്ച ചെയ്യും. ഈ പരമാർത്ഥം അറിയുന്ന വളരെ കൾച്ചേർഡായിട്ടുള്ള അമ്മമാര് ആൺകുട്ടികളുടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഭാര്യമാർ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ അവർക്ക് സന്തോഷമായിട്ട് ആസ്വദിക്കാനായിട്ട് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവരും കൂടി സ്നേഹിക്കും. നേരെ മറിച്ച് ഒരുതരം ജലസിയോടുകൂടെ, മത്സരബുദ്ധിയോടുകൂടെ എൻ്റെ സ്നേഹമെല്ലാം തട്ടിപ്പറിക്കുന്നു. ഇപ്പോൾ അവൾ വന്ന് മരുമകൾ വന്നതോടുകൂടി മകൻ്റെ സ്നേഹം എനിക്കിപ്പോൾ കിട്ടുന്നില്ല, അയാൾ തട്ടിപ്പറിക്കുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ഒരു തരം ജലസി ഉണ്ടാവുകയാണ്. ആ ജലസി ഇല്ലാതെ അവർ സന്തോഷിക്കട്ടെ എന്ന് കരുതാൻ സാധിച്ചാൽ അത്രയും നല്ലത്. നിങ്ങൾക്കും ശാന്തി, അവർക്കും സന്തോഷം. ഭാവിയിൽ നിങ്ങൾക്കും അവർ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല, അല്ലെങ്കിൽ അവർ വീട് വിട്ടു പോവില്ല. അല്ലേ? ആകെ ഒരു മകനോ ഒരു മകളോ ഉള്ളൂ. അവര് അമ്മയച്ഛനെയും വെറുത്തിട്ട് ഒന്നുകിൽ ഓടിപ്പോവുക, വേറെ പോവുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയോ വൃദ്ധസദനത്തിലേക്കോ വേറെ എവിടേക്കെങ്കിലോ പറഞ്ഞു വിടുക. ഇത് രണ്ടും സംഭവിക്കാതെ ഒന്നിച്ച് സമാധാനമായി സന്തോഷമായി കൊണ്ടുപോകാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം.
ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് സ്വന്തം മകളുടെ ആണെങ്കിൽ സഹിക്കില്ലേ, അല്ലേ? മരുമകളെ വഴക്ക് പറയുന്ന കാര്യത്തിലൊക്കെ മകൾക്ക് എക്സംഷൻ ഉണ്ട്. മകൾ രാവിലെ വൈകി എണീച്ചാലും പ്രശ്നമില്ല, മരുമകളാണെങ്കിൽ വൈകി എണീച്ചാൽ പ്രശ്നമാണ്. മകള് രാവിലെ എണീച്ച് കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, മരുമകൾ കുളിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിനും എണ്ണി എണ്ണി നോക്കുക. ഞാൻ സൂചന പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ സ്വന്തം പെൺകുട്ടികളെ നമ്മൾ എത്ര ലാളിച്ച് വളർത്തിയിരിക്കുന്നു, അവർക്ക് എല്ലാ എക്സംഷനും കൊടുത്തിരിക്കുന്നു. അപ്പൊ പിന്നെ മരുമക്കളും അതേപോലെ അതേ തലമുറയിലെ ആളുകളാണ്. ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ ജനറേഷൻ അല്ല അവരൊക്കെ ഒരേ ജനറേഷനാണ്. നമ്മുടെ മക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും അവരെല്ലാം ഒരേ ജനറേഷനാണ്. അപ്പോൾ ഒരേ സ്വഭാവമായിരിക്കും ഏകദേശമൊക്കെ. രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എണീക്കുകയും കുളിക്കാതെ തന്നെ ഭക്ഷണം കഴിക്കുകയും വസ്ത്രം മാറാതെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ശീലമാണ്. അത് പിന്നെ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ട്രെയിനിങ് നേരത്തെ തന്നെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ അവർ പോയയിടത്തും അത് കാണിക്കും. അതൊക്കെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണും, ഇല്ലെങ്കിലോ കഷ്ടം തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികൾ ഈ സ്ഥാനത്ത് കാണുക. അപ്പോൾ മരുമക്കളാണെന്ന് തോന്നില്ല. പറഞ്ഞു നമ്മളിപ്പോൾ ഗോപികാഗീതത്തിൽ ദൂരേക്ക് പോണ്ട. ഈ തൽസുഖ സുഖിത്വം എന്നുള്ളതിനെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തൽസുഖ സുഖിത്വം. ഇപ്പം നമ്മുടെ സ്നേഹം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സുഖം കൊടുത്തുകൊണ്ടാവട്ടെ. അവരുടെ സുഖമാണ് നമ്മുടെ സുഖം എന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹം. മറ്റതൊക്കെ കച്ചവടമാണ്. കണ്ടീഷണലായിട്ടുള്ള സ്നേഹങ്ങളെല്ലാം, അല്ലേ, വ്യവസ്ഥകളോടുകൂടിയതെല്ലാം അബ്സല്യൂട്ടായിട്ടുള്ള സ്നേഹമല്ല, അൺകണ്ടീഷണലായിട്ടുള്ള ലവ് അല്ല. അപ്പം അതാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എന്താ പറയുന്നത് ഇവിടെ? ഹേ നാഥ, അല്ലയോ ഞങ്ങളുടെ നാഥനായിരിക്കുന്നവനെ, രക്ഷകനായിരിക്കുന്നവനെ, സ്വാമിയായിരിക്കുന്നവനെ. ഹേ കാന്ത, അല്ലയോ സുന്ദര, അല്ലയോ ഞങ്ങൾക്കെല്ലാം ഏറ്റവും അധികം പ്രിയമായിരിക്കുന്നവനെ, പ്രിയപ്പെട്ടവനെ. ഹേ കാന്ത, ഹേ നാഥ എന്ന് രണ്ട് സംബോധന. എന്നിട്ട് പറയണു, യത് പശൂൻ ചാറയൻ വ്രജാത് ചലസി. യത് എന്നുള്ളത് ഇവിടെ യഥാ എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോഴാണോ അങ്ങ് പശൂൻ ചാറയിൽ പശുക്കളെ ചരിപ്പിച്ചുകൊണ്ട് വ്രജാത് ചലസി, വ്രജത്തിൽ നിന്ന് ഗമിക്കുന്നത്, ചലിക്കുന്നത്. അപ്പൊ ഗോകുലത്തിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പശുക്കളെ ആട്ടിക്കൊണ്ട് ഭഗവാൻ വനത്തിലേക്ക് പോകും. അങ്ങനെ മേയ്ക്കാൻ പോകുമ്പോൾ നളിനസുന്ദരം തേ പദം ശിലതൃണാങ്കുരൈഹി സീതതി ഇതി നഹ മനഃ കലിലതാം ഗച്ഛതി. നളിനസുന്ദരം തേ പദം. നളിനസുന്ദരം താമര പോലെ മൃദുവായത്, സുന്ദരമായത്, അല്ലേ? താമര പോലെ അതിലോലമാണ് അങ്ങയുടെ പാദം, അതിസുന്ദരമാണ്, തുടുത്തതും മൃദുവുമാണ്, കോമളമാണ്. അങ്ങനെയുള്ള തേ പദം, അങ്ങയുടെ പാദം, ശില തൃണ അങ്കുരൈഹി സീതതി ഇതി. ശില എന്ന് പറഞ്ഞാൽ കല്ല്, തൃണം പുല്ല്, മൂർച്ചയേറിയ പുല്ലുകള്, അങ്കുരം എന്ന് പറഞ്ഞാലും മറ്റ് ചില മുളകള്, കുറ്റികള്, മറ്റ് ചെടികളുടെയൊക്കെ കുറ്റികളും മറ്റുമൊക്കെ, അല്ലെങ്കിൽ തൃണാങ്കുരം ഒന്നിച്ച് തന്നെ പറയാം. ശിലകൾ കൊണ്ടോ തൃണാങ്കുരങ്ങളെ കൊണ്ടോ സീതതി, സീതതി തളരും, ക്ഷീണിക്കും, വേദനിക്കും, പീഡിക്കപ്പെടും. ഇതി എന്ന് കരുതിയിട്ട് നഹ മനഃ കലിലതാം ഗച്ഛതി. നഹ മനഃ ഞങ്ങളുടെ മനസ്സ് കലിലതയെ ഗമിക്കുന്നു. കലിലത എന്ന് പറഞ്ഞാല് കലുഷിതമായ കലങ്ങിയ ഭാവം, അസ്വാസ്ഥ്യം. അപ്പൊ ഞങ്ങൾക്കൊരു സ്വൈരവുമില്ല.
അങ്ങ് വനത്തിലേക്ക് പോകുമ്പോൾ അങ്ങയുടെ മൃദുവായ പാദങ്ങളെ ഓർത്തോർത്ത് അയ്യോ അതിപ്പോ എവിടെയൊക്കെ നടക്കുന്നുണ്ടാവും, കല്ല് കുത്തുണ്ടോ, പുല്ല് കുത്തുണ്ടോ, മുള്ളു കുത്തുണ്ടോ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾക്കൊരിക്കലും സ്വൈരമുണ്ടാവാറില്ല. ഞങ്ങൾ അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഇപ്പോഴും അങ്ങ് ഈ വനത്തിൽ ഇങ്ങനെ രാത്രി നേരത്ത് സഞ്ചരിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുമോ? അതുകൊണ്ട് അങ്ങ് വേഗം വരൂ, അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ തലോടിത്തരാം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ താല്പര്യം. അപ്പൊ ഭഗവാന്റെ സുഖമാണ് തങ്ങളുടെ സുഖം എന്ന് പറയണം. ചലസിയദ്വ്രജാചാരയൻ പശൂൻ നളിന സുന്ദരം നാഥതേ പദം ശിലതൃണാങ്കുരൈ സീദദീദിനഃ കലിലദാമന കാന്തഗച്ഛതി ദിനപരീക്ഷയേ നീലകുന്തളൈഃ വനരുഹാനനം ബിഭ്രദാവൃതം ഗണരജസ്വലം ദർശയൻ മുഹു മനസി നസ്മരം വീരയച്ഛസി ദിനപരീക്ഷയേ നീലകുന്തളൈഃ വനരുഹാനനം ബിഭ്രദാവൃതം ഗണരജസ്വലം ദർശയൻ മുഹു മനസി നസ്മരം വീരയച്ഛസി. ഓരോ ദിവസവും പശുക്കളെ മേച്ച് വൈകുന്നേരം വരുന്ന രംഗത്തെക്കുറിച്ച് അവർ സ്മരിക്കണം. ഭഗവാൻ വൈകുന്നേരം വരുമ്പോൾ ഭഗവാന്റെ ആ താമര പോലെയുള്ള മുഖം, അത് ഭഗവാന്റെ തലമുടി അളകങ്ങളെല്ലാം മുകളിലോട്ട് മുഖത്തേക്ക് വീണ് കിടപ്പുണ്ടാവും. അപ്പൊ പകുതി മറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ പൊടികൾ ഗോധൂളി കൊണ്ട് ഭഗവാന്റെ മുഖവും മറ്റുമൊക്കെ കുറേയൊക്കെ ആവരണം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് ഞങ്ങളുടെ മനസ്സിൽ എന്നും മന്മഥ താപം ഉണ്ടാവാറുണ്ട്. ഇന്ന് വരെ അങ്ങ് അതിന് ശാന്തി നൽകിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ആ ഒരു മന്മഥ പീഡയെ ജനിപ്പിക്കുക, ഞങ്ങളെ മോഹിപ്പിക്കുക മാത്രമാണ് അങ്ങ് ദിവസവും ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഒരു ശാന്തി നൽകാൻ അങ്ങ് ഞങ്ങളെ എന്താ പറയുക, ഞങ്ങൾക്ക് അവസരം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല. അപ്പൊ എന്നും ഞങ്ങൾ കാത്തിരിക്കും എന്നർത്ഥം, അങ്ങയുടെ മുഖം കാണാൻ, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, അതിന്റെ ആ ഒരു വൈകുന്നേരം ആ പശുക്കളെല്ലാം ആട്ടിക്കൊണ്ട് തിരിച്ചു വരുന്നതായിട്ടുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള അങ്ങയുടെ ഭാവത്തെ കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ എന്നും കൊതിയോടുകൂടെ കാത്തിരിക്കും. ഓരോ ദിവസവും ഭഗവാൻ ഓരോ രീതിയിലാണ് വൈകുന്നേരം വേഷം കെട്ടിക്കൊണ്ട് വരിക. എങ്കിലും അതിൽ പൊതുവായിട്ടുള്ളൊരു ഭാവമാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ എന്താ പറയുക, പശുക്കളെ ആട്ടി വരുന്നതായിട്ടുള്ള ആ വേഗത്തിൽ കാറ്റത്ത് പാറി പറക്കുന്നതായിട്ടുള്ള മുടി, പശുക്കളുടെ കുളമ്പിൽ നിന്ന് പൊങ്ങുന്നതായിട്ടുള്ള പൊടി, അതെല്ലാം ശരീരത്തിലും മുഖത്തൊക്കെ പുരണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഭഗവാന്റെ സൗന്ദര്യം പാതി മറഞ്ഞ്, അല്ലെ, മേഘത്താൽ ആവൃതമായ ചന്ദ്രനെ പോലെ ഭഗവാന്റെ മുഖം മിന്നിമറഞ്ഞ് കാണുന്ന പോലെ അവരാസ്വദിക്കുകയാണ്. അത് ഞങ്ങളുടെ മനസ്സിൽ എന്നും ആ കാമപീഡ നൽകുന്നുണ്ട്. അതിനൊരു ശാന്തി നൽകാനുള്ള അവസരമാണിപ്പോൾ. അങ്ങ് തിരിച്ചു വരൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങളുടെ ഉള്ളിലുള്ള ആ താപത്തെ ശമിപ്പിക്കൂ എന്ന് തന്നെയാണ് പ്രാർത്ഥന. ഇപ്പോൾ ദിനപരീക്ഷയെ നീലകുന്തളൈഹി വനരുഹാനനം ബിഭ്രത് ആവൃതം. ഇപ്പൊ ദിനപരീക്ഷയം എന്ന് പറഞ്ഞാൽ ദിവസത്തിന്റെ അവസാനം. ദിവസം ക്ഷയിക്കുന്നത് സന്ധ്യയ്ക്കാണ്, അല്ലേ? അപ്പൊ ദിവസാവസാനത്തിൽ സന്ധ്യാവേളയിൽ നീലകുന്തളൈഹി ആവൃതം. നീലകുന്തളം നല്ല കരിങ്കൂവളം, അല്ലെങ്കിൽ നല്ല നീലവർണ്ണത്തിലുള്ള അല്ലെങ്കിൽ കറുത്തതായിട്ടുള്ള അങ്ങയുടെ കുന്തളം കൊണ്ട്, തലമുടി കൊണ്ട് ആവൃതം മൂടപ്പെട്ടതും, ഘനരജസ്വലം, നല്ല പോലെ ഘനത്തില് പൊടികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. രജസ്വലം എന്ന് പറഞ്ഞാല് രജസ് കൊണ്ട് നിറഞ്ഞത്. രജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൊടി എന്നർത്ഥമാണ്. അപ്പൊ പൊടി കൊണ്ട് നിറഞ്ഞതും ആയിട്ടുള്ള
അങ്ങയുടെ വനരുഹാനനം. വനരുഹം എന്ന് പറഞ്ഞാൽ താമരയാണ്. വനം എന്നുള്ളതിന് ജലം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ജലരുഹം തന്നെയാണ് വനരുഹം. അപ്പോൾ ആ ജലരുഹാനനം അഥവാ താമരപ്പൂ പോലെ ഇരിക്കുന്ന അങ്ങയുടെ ആ മുഖത്തെ വനരുഹം പോലെയുള്ള ആനനം ധരിക്കുന്നതായിട്ടുള്ള ബിഭ്രത് ഭരിക്കുന്നവനായിട്ടുള്ള ഹേ വീര, അല്ലയോ വീര, സമർത്ഥനായിരിക്കുന്നവനെ, ഞങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ മോഹിപ്പിക്കുന്ന വീര, അത് ദർശയന്ന്, അത് ഞങ്ങൾക്ക് കാട്ടിത്തരുന്നവനായിട്ടുള്ള അങ്ങ്, നഹ മനസി സ്മരം മുഹുഹു യച്ചസി. നഹ മനസി, ഞങ്ങളുടെയൊക്കെ മനസ്സുകളില് സ്മരം, ആ സ്മരനെ, കാമദേവനെ, മുഹുഹു യച്ചസി, വീണ്ടും വീണ്ടും നൽകുന്നു. അപ്പൊ കാമപീഡയാണ് ഞങ്ങൾക്ക് അങ്ങയുടെ ആ സുന്ദരമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള മുഖം ദിവസവും കാണുമ്പോൾ ഉണ്ടാവുന്നത്. അതിന് ശമനം ഉണ്ടായിട്ടില്ല ഇതുവരെ. അതിന് കാരണം അങ്ങ് ഞങ്ങൾക്ക് സംഘം തന്നിട്ടില്ല. അങ്ങ് കൊതിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുടെ ഉള്ളിൽ മോഹം വളർത്തുകയാണ്. അതിനൊരു ശമനമുണ്ടാക്കാനുള്ള ഒരു വഴിയും അങ്ങ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഇവിടെ അല്ലേ, ഭഗവാന്റെ നീലകുന്തളം തമോ ഗുണത്തിന്റെ ഒരു പ്രതീകമാണ്. രജസ്വലം എന്ന് പറഞ്ഞത് രജോ ഗുണത്തിന്റെ പ്രതീകമാണ്. നമ്മൾക്ക് ഭഗവാനെ കാണാൻ കഴിയാത്തതിൻ്റെ തടസ്സം ഇത് തന്നെയാണ്, തമസ്സും രജസ്സും. തമസ്സും രജസ്സും കൊണ്ട് നമ്മുടെ ദൃഷ്ടി ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവത് സ്വരൂപം നമുക്ക് വേണ്ട പോലെ കാണാൻ കഴിയുന്നില്ല. ആ തമസ്സും രജസ്സും നീക്കി ഭഗവാന്റെ ദർശനം നൽകണേ എന്നുള്ള ഒരു ഭക്തന്റെ തീവ്രമായിട്ടുള്ള പ്രാർത്ഥനയെ ആലങ്കാരികമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചതാണ് ശ്രീ സുഖബ്രഹ്മർഷി വ്യാസഭഗവാൻ, അല്ലെങ്കിൽ ഗോപികമാരിലൂടെ ഭഗവാൻ. ഗോപികമാരുടെ ഉള്ളിലുള്ള ഭഗവാനെ ശരിക്കും അടുത്ത് കാണണം, ഭഗവാനെ അനുഭവിക്കണം എന്നുള്ളതായിട്ടുള്ള ആ തീവ്രമായിട്ടുള്ള ദാഹം ഒരു യഥാർത്ഥ ഭക്തന്റെ, സാധകന്റെ, സത്യാന്വേഷിയുടെ ഉള്ളിലുള്ള തീവ്രമായിട്ടുള്ള ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അതിന് ഭഗവാനെ കാണുന്നതിന് തടസ്സമായിരിക്കുന്നത് തമോ ഗുണവും രജോ ഗുണവുമാണ്. ആ തമസ്സും രജസ്സും നീക്കി അതിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ നീലകുന്തളം ഘനരജസ്വലം വനരുഹാനനം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ ഉള്ളിലുള്ള, ഞങ്ങളുടെ ദൃഷ്ടിയിലുള്ള, ഞങ്ങളുടെ അന്ധക്കരണത്തിലുള്ളതായിട്ടുള്ള തമസ്സും രജസ്സും നീക്കി അങ്ങയെ അടുത്തു കാണാനുള്ള ഭാഗ്യം, അങ്ങയെ അനുഭവിക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളതായിട്ടുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചാലും എന്ന് ഈ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഗോപികമാർ അങ്ങനെ പ്രാർത്ഥിച്ചോട്ടെ. നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ അങ്ങയുടെ ദർശനം നൽകൂ, ഞങ്ങളെ പരവശരാക്കരുത്, ഞങ്ങളെ മോഹിപ്പിക്കരുത്, ഞങ്ങളെ ഇങ്ങനെ അങ്ങയുടെ ദർശനം തരാതെ അകന്നകന്ന് പോകരുത്, വേഗം ദർശനം തരൂ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ദിനപരീക്ഷയേ നീലകുന്തളൈ വനരുഹാനനം ബിഭ്രതാവൃതം ഘനരജസ്വലം ദർശയന്മുഹു മനസിന സ്മരം വീരയക്ഷസി പ്രണതകാമദം പദ്മജാർച്ചിതം ധരണിമണ്ഡനം ധ്യേയമാപതി ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേ സർപ്പയാദിഹൻ പ്രണതകാമദം പദ്മജാർച്ചിതം ധരണിമണ്ഡനം ധ്യേയമാപതി ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേ. 「 സർപ്പയാദിഹൻ
അവസാനത്തെ വരിയിൽ 2 സംബോധനയാണ് ഭഗവാനെ, രമണ എന്നും ആദിഹൻ എന്നും. ഹേ രമണ, അല്ലയോ ഞങ്ങളെ രമിപ്പിക്കുന്നവനെ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനെ, സന്തോഷിപ്പിക്കുന്നവനെ എന്നൊക്കെ അർത്ഥം. ഞങ്ങളുടെ പ്രിയതമനല്ലേ അങ്ങ്, ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നവനല്ലേ, രമിപ്പിക്കുന്നവനല്ലേ. ഹേ രമണ, ഹേ ആദിഹൻ, ആദിയെ ഹനിക്കുന്നവനെ, ഞങ്ങളുടെ എല്ലാ പീഡകളെയും ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നവനെ, നശിപ്പിക്കുന്നവനെ. ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ വിരഹ ദുഃഖത്തെ അങ്ങ് ശമിപ്പിച്ചു തരണം. അങ്ങക്ക് അതിനുള്ള കഴിവുള്ള ആളാണ്, അത് അങ്ങയുടെ സ്വഭാവമാണ്. അങ്ങ് ആദിഹന്നാണ്. ആദിഹന്ത അല്ലെങ്കിൽ ആദിഹ എന്നൊക്കെ പറയാം. ആദിയെ ഹനിക്കുന്നവൻ, എല്ലാവരുടെ താപങ്ങളെയും അല്ലെ, താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ, എല്ലാ താപങ്ങളെയും നശിപ്പിക്കുന്നവനാണ്. ആധ്യാത്മിക, അതിഭൗതിക, അതിദൈവികങ്ങളായ താപങ്ങളെ എല്ലാം നശിപ്പിക്കുന്നവനാണ് എല്ലാവർക്കും, അങ്ങയെ ആശ്രയിക്കുന്നവർക്കൊക്കെ. അപ്പൊ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആദിയെ അങ്ങ് ഹനിക്കൂ എന്ന് സംബോധനയിലൂടെ ആവശ്യപ്പെടണം. ഹേ ആദിഹൻ, ഹേ രമണ. അപ്പൊ ഞങ്ങളുടെ ആദിയെ ശമിപ്പിച്ച് ഞങ്ങൾക്ക് രതിയെ തരൂ, സന്തോഷത്തെ തരൂ. 2 പേരിൽ തന്നെ കാര്യമുണ്ട് അല്ലെ, വിളിച്ച വിളിയിൽ തന്നെ മെസ്സേജ് ഉണ്ട് എന്നർത്ഥം. അപ്പോ ഹേ ആദിഹൻ, ഹേ രമണ, എന്താ വേണ്ടത്? പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ആപതിദ്യേയം ശന്തമം തേ ചരണപങ്കജം നഹസ്തനേഷു അർപ്പയ. ഇതാണ് തേ ചരണപങ്കജം, അങ്ങയുടെ പാദപങ്കജത്തെ നഹസ്തനേഷു അർപ്പയ, ഞങ്ങളുടെ സ്തനങ്ങളിൽ അർപ്പിച്ചാലും ചേർത്തു വെച്ചാലും. അതാണ് ഇവിടുത്തെ പ്രാർത്ഥന. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ആദിയെ ഹനിക്കാൻ അങ്ങേക്ക് സാധിക്കുക, ഞങ്ങൾക്ക് രതിയെ നൽകാനും അങ്ങേക്ക് സാധിക്കുക. അപ്പൊ അങ്ങയുടെ പാദങ്ങളെ, പാദകമലങ്ങളെ, ചരണപങ്കജത്തെ നഹസ്തനേഷു അർപ്പയ, അസ്മാകം സ്തനേഷു അർപ്പയ, അർപ്പിച്ചാലും സമർപ്പിച്ചാലും ചേർത്ത് വെച്ചാലും എന്നാണ്. അപ്പോ എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ ചരണപങ്കജം? അതിനെയാണ് വിശേഷിപ്പിച്ചത് പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ആപതിദ്യേയം ശന്തമം. 5 വിശേഷണങ്ങൾ. ഇതൊക്കെയാണ് പ്രണതകാമദം. പ്രണതാനാം കാമാൻ ദദാതീതി പ്രണതകാമദം. പ്രണമിക്കുന്നവർക്ക് അവരുടെ കാമങ്ങളെ, ആഗ്രഹങ്ങളെയെല്ലാം സാധിച്ചു കൊടുക്കുന്നതാണ് ഭഗവാന്റെ പാദങ്ങൾ. ഭഗവാന്റെ പാദങ്ങളിൽ ആര് ചെന്ന് പ്രണമിക്കുമോ അവർക്ക് അത് കൽപ്പവൃക്ഷമാണ്. ഭഗവാന്റെ പാദം കൽപ്പവൃക്ഷമാണ് അല്ലേ. നമ്രാണാം സന്നിധത്തെ സതതമഭി തൈരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി അല്ലെങ്കിൽ വിതരസി സന്നിധൽസേ. അതാണ് നല്ലത്, മധ്യമ പുരുഷൻ. ഭഗവാനോട് നേരിട്ട്, ഗുരുവായൂരപ്പനോട് അദ്ദേഹം പറയണം, മേൽപ്പത്തൂർ പറയണം. അപ്പോ തന്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുന്നവർക്ക് അങ്ങ് അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി, അർത്ഥങ്ങളും കാമങ്ങളുമെല്ലാം ഇഷ്ടം പോലെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പരമാനന്ദ സാന്ദ്രാം ഗതിംച, പരമാനന്ദ സാന്ദ്രമായ ഗതിയെയും മോക്ഷത്തെയും നൽകുന്നു. ഇത്തം നിശേഷലഭ്യോ നിരവധിക ബലഹ, ഇങ്ങനെ എല്ലാം ലഭിക്കുന്ന അവധിയില്ലാത്ത ആ പാരിജാത വൃക്ഷമാകുന്നു. എല്ലാ വൃക്ഷങ്ങളും എല്ലാ ഫലങ്ങളും നൽകുന്ന അല്ലെ വൃക്ഷമാകുന്നു, പാരിജാത വൃക്ഷമാകുന്നു അങ്ങ് എന്ന് പറഞ്ഞു. ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന. അപ്പോ പ്രണതകാമദം, പ്രണമിക്കുന്നവരുടെ കാമങ്ങളെയെല്ലാം ദാനം ചെയ്യുന്നതാണ് അങ്ങയുടെ പാദങ്ങൾ. പത്മജാർച്ചിതം, പത്മജയാൽ അർച്ചിക്കപ്പെടുന്നത് സാക്ഷാൽ അല്ലെ സമ്പത്തിന്റെ ദേവതയായ, ഐശ്വര്യത്തിന്റെ ദേവതയായ ആ ലക്ഷ്മി ദേവിയാൽ പോലും ആരാധിക്കപ്പെടുന്നത്, ലക്ഷ്മി ദേവി പോലും എപ്പോഴും ആശ്രയിക്കുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? അതിനെയാണ് ആശ്രയിക്കേണ്ടത്. ലക്ഷ്മിയുടെ സർവ്വ ഐശ്വര്യങ്ങളുടെയും എന്താ പറയുക ആസ്ഥാനം, ആധാരം
ഭഗവാന്റെ പാദങ്ങളാണ്. ഭഗവാന്റെ പാദങ്ങളെ ആരാധിക്കുന്നത് കൊണ്ടാണ് ലക്ഷ്മി സമ്പന്നയായി മറ്റുള്ളവർക്ക് സമ്പത്ത് കൊടുക്കാൻ ശേഷിയുള്ളവളായിരിക്കുന്നത്. ഇപ്പൊ പത്മജയാഭി അർച്ചിതം, പത്മജാർച്ചിതം, ധരണി മണ്ഡനം, ധരണിക്ക് മണ്ഡനം, അലങ്കാരം. അപ്പൊ ഭൂമിക്ക് അലങ്കാരമാണ് അങ്ങയുടെ പാദം. അങ്ങയുടെ പാദം എവിടെയൊക്കെ ഭൂമിയിൽ സ്പർശിക്കുന്നു അവിടെയൊക്കെ ഭൂമി രോമാഞ്ചം കൊള്ളുന്നു, ഭൂമിക്ക് അത് അലങ്കാരമായി ഭവിക്കുന്നു. അങ്ങനെ ഭൂമിക്ക് അലങ്കാരമായതും ധ്യേയം ആപതി, ആപതി ധ്യേയം. ആപത്ത് വരുമ്പോൾ ഏതൊന്നിനെയാണോ ധ്യാനിക്കേണ്ടത്, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ സാമർഥ്യമുള്ളതാണ് ഭഗവാന്റെ പാദം. അതുകൊണ്ട് ആപതി ധ്യേയം, ആപത്തുക്കളിൽ ധ്യാനിക്കേണ്ടതാണ് ഭഗവാന്റെ പാദം. ശന്തമം, ശന്തമം എന്ന് പറയുമ്പോൾ മംഗളം നൽകുന്നതിൽ വെച്ച് അല്ലെങ്കിൽ സുഖം നൽകുന്നതിൽ വെച്ച് ഏറ്റവും ധമമായിരിക്കുന്നത്, ശ്രേഷ്ഠമായിരിക്കുന്നത്. ഇപ്പൊ മംഗളം നൽകുന്നത്, സുഖം നൽകുന്നത് എന്നൊക്കെ അർത്ഥം ശന്തമം. അപ്പൊ അങ്ങനെയുള്ള തേ ചരണപങ്കജം നഹസ്തനേഷു അർപ്പയ, അങ്ങയുടെ ആ പാദകമലത്തെ ഞങ്ങളുടെ സ്തനങ്ങളിൽ അർപ്പിച്ചാലും. അപ്പൊ എന്തുണ്ടാവും? ഞങ്ങളുടെ ആദി ഹനിക്കും. ആദിഹൻ എന്ന് വിളിച്ചു. ഇപ്പൊ ഞങ്ങളുടെ ഉള്ളിലുള്ള മന്മഥ താപത്തെ ശമിപ്പിക്കാനുള്ള വഴിയാണ് അങ്ങയുടെ പാദത്തെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ഒന്ന് സ്പർശിക്കുക, ഒന്ന് മർദ്ദിക്കുക, അർപ്പിക്കുക. അതുപോലെ ഞങ്ങൾക്ക് അത് തന്നെയാണ് ഏറ്റവും ആനന്ദപ്രദവും. അതുകൊണ്ട് രമണ, ആനന്ദദായക, സുഖദായക എന്നുള്ള അർത്ഥത്തിൽ രമണ എന്നും വിളിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങയുടെ പാദത്തെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ സ്പർശിച്ച് ഞങ്ങൾക്ക് ആദിയെ നശിപ്പിച്ച് സന്തോഷം നൽകിയാലും എന്നാണ് പ്രാർത്ഥന. പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ധ്യേയമാപതി ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേ സർപ്പയാദിഹൻ. ഇതും നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം തന്നെയാണ് ഇവിടെ സ്ഥാനത്തിന് പകരം. അപ്പൊ ഞങ്ങളുടെ ഹൃദയത്തില് അങ്ങയുടെ പാദസ്മരണ നൽകി, പാദദർശനം നൽകി. അങ്ങയുടെ പാദസ്മരണ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആദികളും ഹനിച്ച് ഞങ്ങൾക്കും സന്തോഷമുണ്ടാകും. അല്ലേ? നമുക്കൊക്കെ യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിബാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ. അല്ലേ? ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. ഭഗവാന്റെ പാദം ആരുടെ ഹൃദയത്തിലിരിക്കുന്നുവോ അവർക്ക് എല്ലാ താപങ്ങളും നശിച്ച് ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിയും. ആനന്ദപ്രവാഹം, പരമാനന്ദ പ്രവാഹമാകുന്ന ലക്ഷ്മിയെ ഞങ്ങൾക്ക് നൽകട്ടെ എന്നാണ്. അപ്പോൾ ഭഗവാന്റെ പാദം ഹൃദയത്തിൽ ഉറപ്പിക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയെ ഇവിടെ പരോക്ഷമായിട്ട് ഗോപികമാരുടെ വാക്കുകളിലൂടെ വന്നപ്പോൾ അവരുടെ ഭാവത്തിൽ അതിങ്ങനെയായി. പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ധ്യേയമാപതി ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേ സർപ്പയാദിഹൻ. സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗവിസ്മരണം നൃണാം വിതരവിരല തേധരാമൃതം. സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗവിസ്മരണം നൃണാം വിതരവിരല തേധരാമൃതം. ഇവിടെ ഭഗവാന്റെ അധരാമൃതം ആണ് വിഷയം. ഹേ വീര തേ അധരാമൃതം നഹ വിതര.
അലയോ വീരനായ ഭഗവാനെ, സർവശക്തനായ ഹേ ശൂരനായ പരാക്രമിയായ ഭഗവാനെ, തേ അധരാമൃതം, അങ്ങയുടെ അധരാമൃതത്തെ നഹ വിതര, ഞങ്ങൾക്ക് വിതരണം ചെയ്താലും, ഞങ്ങൾക്ക് നൽകിയാലും, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയുടെ അധരാമൃതത്തെ നൽകി അനുഗ്രഹിച്ചാലും. അപ്പോൾ എല്ലാവരും കാമിക്കുന്നതാണെന്നാ പറയണത്. എന്തൊക്കെയാണ് അധരാമൃതത്തിന്റെ വിശേഷണങ്ങൾ നോക്കാം. അത് സുരതവർദ്ധനം, ശോകനാശനം, സ്വരിത വേണുനാ സുഷ്ടു ചുംബിതം, ഇതരരാഗ വിസ്മാരണം നൃണാം. 4 വിശേഷണങ്ങളാണ് അധരാമൃതത്തിന്. എന്താണ്? സുരതവർദ്ധനം, സുരതസുഖത്തെ അഥവാ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അങ്ങയുടെ അധരാമൃതം. അത് അനുഭവിക്കും തോറും ആനന്ദം വർദ്ധിച്ചു വർദ്ധിച്ചു വരും. മടുപ്പുണ്ടാക്കുന്നതല്ല, അല്ലേ? ബാക്കിയുള്ള ലോകത്തിലെ ഏത് വിഷയങ്ങളാണെങ്കിലും നമുക്ക് അല്പം അനുഭവിച്ചു കഴിയുമ്പോൾ മടുത്തു പോകും. ഇവിടെ അങ്ങനെയല്ല. ഭഗവാന്റെ ആ അധരാമൃതം ആനന്ദം തന്നെയാണ്. അത് അനുഭവിക്കും തോറും ആനന്ദം വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഒരിക്കലും ഡിപ്രീഷിയേഷൻ ഉണ്ടാകുന്നതല്ല. ബാക്കി ലൗകികങ്ങളായ എല്ലാ സുഖങ്ങളും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കുന്നതാണ്. എന്നാൽ ഈ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഭാവമാണ് അധരാമൃതം. ആനന്ദം തന്നെയാണത്. അപ്പം അങ്ങയുടെ അധരാമൃതം അത് സുരതവർദ്ധനം, ആനന്ദവർദ്ധനം, ശോകനാശനം, അത് എല്ലാ ദുഃഖങ്ങളെയും എന്നേക്കുമായി നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ ഈ അധരാമൃതം. എല്ലാ ശോകങ്ങളെയും എന്നേക്കുമായി നശിപ്പിക്കുന്നതാണ്. അപ്പൊ ശോകനാശനം. സ്വരിത വേണുന സുഷ്ടു ചുംബിതം, അങ്ങ് സ്വരിപ്പിക്കുന്ന, സ്വരിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുക. അപ്പൊ ശബ്ദിപ്പിക്കുന്നതായിട്ടുള്ള വേണുവിനാൽ സുഷ്ടു, നല്ലതുപോലെ ചുംബിക്കപ്പെടുന്നു. നോക്കൂ, ആ ജഡമായിട്ടുള്ള മുളന്തണ്ടിന് പോലും ഭാഗ്യം. ആ മുളന്തണ്ടിനെയാണോ അങ്ങ് ചുംബിക്കുന്നത്? അല്ലെങ്കിൽ ആ മുളന്തണ്ടിന്റെ ഒരു ഭാഗ്യം നോക്കൂ, ഭഗവാന്റെ അധരാമൃതം എപ്പോഴും അനുഭവിക്കാനുള്ള ഭാഗ്യം. അപ്പൊ ആ മുളന്തണ്ടിനേക്കാൾ മോശക്കാരാണോ ഞങ്ങൾ? ഞങ്ങൾ അങ്ങയുടെ ഭക്തകളല്ലേ? ആ മുളന്തണ്ടിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് തന്നുകൂടെ എന്നൊക്കെയുള്ള ഭാവത്തിലാണ്. മുളന്തണ്ടിനോടൊരു മത്സര ഒരു ഭാവം ഉണ്ടോ എന്ന് സംശയം. അതാണ് സ്വരിത വേണുനാ സുഷ്ടു ചുംബിതം. ആ ശബ്ദിക്കുന്ന വേണുവിനാൽ പോലും നല്ലതുപോലെ ചുംബിക്കപ്പെടുന്നത്, എപ്പോഴും ചുംബിക്കപ്പെടുന്നത്, അതിനാണ് അതിൻ്റെ ഭാഗ്യം. നൃണാം ഇതരരാഗ വിസ്മാരണം. നൃണാം, നരന്മാർക്ക്, എല്ലാ മനുഷ്യർക്കും ഇതരരാഗ വിസ്മാരണം. ഇതര രാഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ള വിഷയങ്ങളിലുള്ള സുഖാശ. അപ്പൊ മറ്റു വിഷയങ്ങളിലുള്ള സുഖാശയെ വിസ്മരിപ്പിക്കുന്നതാണ് അങ്ങയുടെ അധരാമൃതം. അധരാമൃതം വാസ്തവത്തിൽ ഭഗവത്ഗീത തന്നെയാണ്. ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് അധരാമൃതം. അതിൻ്റെ ഒരു ചമൽക്കാരപൂർണമായിട്ടുള്ള ഭാവമാണ് ഇവിടെ, അല്ലെങ്കിൽ ഗോപികമാർ ആഗ്രഹിക്കുന്ന ഭാവം. നമുക്ക് അധരാമൃതം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഉപദേശങ്ങൾ, ഭഗവാന്റെ ചുണ്ടിൽ നിന്ന് ഒഴുകിയതായിട്ടുള്ള അമൃതായിരിക്കുന്ന, അല്ലെ, പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അമ്പത്വാം അനുസന്തതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി അഷ്ടാദശാധ്യായിനീം അമ്പത്വാം. അപ്പൊ അതെല്ലാം അമൃതമാണ്, അമൃതവർഷിണിയാണ് ഭഗവത്ഗീത. ഭഗവാന്റെ അധരാമൃതത്തിൽ നിന്ന് പൊഴിഞ്ഞതാണ്. നമ്മൾ ഭഗവാന്റെ അധരാമൃതം എന്ന് ഭാവിക്കുമ്പോൾ ഭഗവാന്റെ ആ അനുഗ്രഹ വാക്കുകളാണ്. അത് തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ രാഗങ്ങളെയും വിസ്മരിപ്പിക്കുന്നതാണ്, നമ്മളെ സ്വതന്ത്രരാക്കുന്നതാണ്, മറ്റു വിഷയങ്ങളോടുള്ളതായിട്ടുള്ള നമ്മുടെ സംഘം ഇല്ലാതെയാക്കും. ഇവിടെ ഗോപികമാർക്ക് ഭഗവാന്റെ ആ അധരാമൃതം ബാക്കി ലോക വിഷയങ്ങളിൽ ഒന്നിലും അവർക്ക് കൊതിയില്ലാതാക്കിയിരിക്കണം. അവരെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതര രാഗ വിസ്മാരണം നൃണം. നൃണാം എന്ന് പറഞ്ഞതിലൂടെ പുരുഷന്മാർക്ക് അടക്കം എന്നുള്ള പ്രയോഗമാണ്. നാരീണാം എന്നല്ല പറഞ്ഞത്, സ്ത്രീണാം എന്നല്ല പറഞ്ഞത്, നൃണാം.
അപ്പോൾ ഭഗവാന്റെ അധരാമൃതം പുരുഷന്മാരെ പോലും കൊതിപ്പിക്കുന്നതാണ്. അവരുടെ ലോക വിഷയങ്ങളിലുള്ള ആസക്തിയെ ഇല്ലാതെയാക്കുന്നതാണ്. ഇവിടെ ലോകത്തിൽ ആകെ ഒരു പുരുഷനേ ഉള്ളൂ ഭഗവാൻ. ബാക്കിയുള്ളവരെല്ലാം ഭഗവാന്റെ പ്രകൃതിയാണ്, ജീവന്മാരാണ്, എല്ലാ പുരുഷന്മാരടക്കം. അപ്പം അതാണ് നരന്മാർക്ക് എല്ലാ രാഗങ്ങളെയും മറപ്പിക്കുന്നത്, വിസ്മരിപ്പിക്കുന്നതാണ് അങ്ങയുടെ അധരാമൃതം. തേ അധരാമൃതം ഹേ വീര നഹ വിതര. ഞങ്ങൾക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ശാന്തിക്ക്, അല്ലേ, ഞങ്ങളുടെ നാശനത്തിനും സുരതവർദ്ധനത്തിനുമായിട്ട് അങ്ങ് ഞങ്ങളുടെ എല്ലാ ഉള്ളിലുള്ള വിഷയചിന്തകളെല്ലാം ഇപ്പൊ തന്നെ പോയിരിക്കണു. ഇനി അങ്ങയുടെ ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, അധരാമൃതം ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാലോ, പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ലോകത്തിലെ ഒരു വിഷയങ്ങളോടും ഒരിക്കലും ആസക്തി ഉണ്ടാവില്ല. തസ്യ കോ മോഹഃ ശോകഃ ഏകത്വം അനുപശ്യതഃ. അല്ലേ, ഭഗവാന്റെ ആ അധരാമൃതമാകുന്ന ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഒരു വിഷയത്തോടും ഞങ്ങൾക്ക് കൊതി ഉണ്ടാവില്ല. ഞങ്ങൾ പൂർണ്ണകാമകളായിത്തീരും. അപ്പം അതുകൊണ്ട് അങ്ങയുടെ അധരാമൃതം ഞങ്ങൾക്ക് നൽകൂ, വിതരണം ചെയ്യൂ, ഞങ്ങളെ അനുഗ്രഹിക്കൂ, ഞങ്ങളുടെ ശോകത്തെ നശിപ്പിക്കൂ, ഞങ്ങളുടെ സുരതത്തെ വർദ്ധിപ്പിക്കൂ. സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗവേ സ്മരണം നൃണാം വിതരവീരമ തേദരാമൃതം. അടതിയദ്ഭവാൻ അഹ്നികാനനം ത്രുടിരുഗായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജഡ ഉദീക്ഷതാം പക്ഷ്മകൃദൃശാം. അടതിയദ്ഭവാൻ അഹ്നികാനനം ത്രുടിരുഗായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജഡ ഉദീക്ഷതാം പക്ഷ്മകൃദൃശാം. ഇവിടെ ഭഗവാൻ പകലെല്ലാം വൃന്ദാവനത്തിൽ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ഭഗവാനെ കാണാതിരിക്കുന്ന ഓരോ ത്രുടിയും, ഓരോ ചെറിയ ലവനിമിഷങ്ങൾ പോലും ഞങ്ങൾക്ക് ഒരു യുഗം പോലെ ആണ്. അതുപോലെ അങ്ങയുടെ ശ്രീമുഖം, നല്ല ചുരുണ്ട മുടി വീണ് കിടക്കുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള അങ്ങയുടെ ഐശ്വര്യപൂർണമായ മുഖം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൺപീലികൾ അറിയാതെ അടഞ്ഞു പോകുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കില്ല. അതിന് ഞങ്ങള് ബ്രഹ്മദേവനെ ശപിക്കുകയാണ് പതിവ്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അങ്ങേർക്ക് നേരെ പണിയെടുക്കാൻ അറിയില്ല, അയാളൊരു മന്ദബുദ്ധിയാണ് എന്നിവിടെ പറയുകയാണ്. സൃഷ്ടികർത്താവ് ജഡനാണ്, മന്ദബുദ്ധിയാണ്. കാരണം അയാൾക്ക് പണി അറിയില്ല. അയാൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ ഇമ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഭഗവാനെ കണ്ണിമ വെട്ടാതെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് ഈ സൃഷ്ടി വൈകല്യം കൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷട്ടർ അടയ്ക്കുന്നത്. ഇത്ര നേരം കണ്ണിമ വെട്ടുക എന്ന് പറഞ്ഞാൽ എത്രയോ ചെറിയൊരു സമയം, ആ ഒരു ബ്രേക്ക് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളെ ഇപ്പോ എങ്ങനെയാ അങ്ങ് പീഡിപ്പിക്കുന്നത്? ഈ ഒരു വിരഹദുഃഖം തന്നിട്ട് കൊതിപ്പിച്ച് കാട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പതാ ഞങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് തരുന്ന വിരഹതാപം എത്ര തീവ്രമാണെന്ന് അങ്ങേക്ക് ചിന്തിച്ചുകൂടെ എന്നുള്ള ഒരു ലോജിക്കാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അതാണ് അടതിയദ്ഭവാൻ അഹ്നികാനനം. ഭവാൻ അങ്ങ് അഹ്നി എന്ന് പറഞ്ഞാൽ അഹസിൽ പകലിൽ, കാനനം അടതീയത്
അങ്ങ് കാനനത്തിൽ അടനം ചെയ്യുമ്പോൾ, വൃന്ദാവനത്തിൽ സഞ്ചരിക്കുമ്പോൾ, പശുക്കളെ മേയ്ക്കാനായിട്ട് അങ്ങ് പകലെല്ലാം വനത്തിലേക്ക് പോകും, വൃന്ദാവനത്തിലേക്ക് പോകും. അപ്പോ അഹനി യത് ഭവാൻ കാനനമടവി, അങ്ങനെയുള്ള ത്വാം അപശ്യതാം, അങ്ങയെ കാണാതിരിക്കുന്നവരായ ഞങ്ങളുടെ ത്രുടിഹി, ഒരു ക്ഷണാർദ്ധം, ഒരു ചെറിയ സമയമാണ് ത്രുടി എന്ന് പറയുന്നത്. അത് യുഗായത്തെ, യുഗം പോലെ ആവുന്നു. ഒരു യുഗം കഴിയുന്നത് പോലെയാണ് ഞങ്ങൾ ഓരോ ചെറിയ ചെറിയ ത്രുടികളും കഴിയുന്നത്, അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളും കഴിച്ചു കൂട്ടുന്നത്. വൈകുന്നേരം അങ്ങ് വരുന്നത് വരെ ഞങ്ങൾ എന്തൊരു താപമാണ് അനുഭവിക്കാറ് അങ്ങയെ കാണാനുള്ള കൊതിയോട് കൂടിയിട്ട്. ഞങ്ങളുടെ പകലുകൾ നീണ്ടതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടും. അങ്ങനെ കാത്തു കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോഴാണ് അങ്ങിതാ വരുന്നതായിട്ടുള്ള സമയത്ത് അങ്ങയുടെ കുടിലകുന്തളം തേ ശ്രീമുഖം ഉദീക്ഷതാം നഹ, അല്ലെങ്കിൽ ഉദീക്ഷതാം ദൃശാം. കുടിലകുന്തളം, കുടിലമായ കുന്തളം എന്നല്ല, കുന്തളം തലമുടി, കുടിലമായതെന്ന് പറഞ്ഞാൽ കേളി, വളഞ്ഞത്, ചുരുണ്ടത്. അപ്പൊ ചുരുണ്ടതായിട്ടുള്ള കുന്തളത്തോടു കൂടിയ, തലമുടിയോട് കൂടിയതായിട്ടുള്ള തേ ശ്രീമുഖം, അങ്ങയുടെ അതിമനോഹരമായ മുഖം, ഉദീക്ഷതാം ദൃശാം, നല്ലതുപോലെ ഉറ്റുനോക്കുന്നതായിട്ടുള്ള കണ്ണുകൾക്ക്, പക്ഷ്മകൃത്ത്, പക്ഷ്മകൃത്ത്, പക്ഷ്മം എന്ന് പറഞ്ഞാൽ പോള, കണ്ണിന്റെ ഐലിഡ്, ആ പോളയ്ക്കാണ് പക്ഷ്മം എന്ന് പറയുന്നത്. അത് നിർമ്മിച്ച ആള് പക്ഷ്മകൃത്ത്. അപ്പൊ സൃഷ്ടികർത്താവ്, ക്രിയേറ്റർ. അയാള് ജഡഹ, ഒരു മന്ദബുദ്ധി. വല്ല ആവശ്യമുണ്ടായിരുന്നോ ഈ പോളയുടെ? ഈ പോള ഇല്ലായിരുന്നെങ്കിൽ ഒരു തടസ്സമില്ലാതെ ഭഗവാൻ വരുമ്പോ നോക്കി നിൽക്കാമായിരുന്നു അല്ലേ? പല ജന്തുക്കൾക്കും കൺപോള ഇല്ലാത്തവരുണ്ട്, മത്സ്യങ്ങൾക്കൊന്നും കൺപോള ഇല്ല. അതുപോലെ വേറെ ഏതൊക്കെയോ ജന്തുക്കൾക്ക് കൺപോള ഇല്ലാത്തവരുണ്ട്. അപ്പൊ അതുപോലെ മനുഷ്യരെയും കൺപോള ഇല്ലാതെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ എന്നാണ് ഇവിടെ ഗോപികമാർ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കൺപോള കൃഷ്ണന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഇടയ്ക്കിടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടാക്കുന്നു, ഒരു തടസ്സം ഉണ്ടാക്കുന്നു അല്ലേ? നമ്മളിപ്പോ നല്ല പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഡ്വർടൈസ്മെന്റ് വന്ന് ബോറടിപ്പിക്കില്ലേ? നല്ല പീക്കിൽ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അഡ്വർടൈസ്മെന്റ്, ടി വി സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഏതെങ്കിലും പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ. എന്തിനാ ഇപ്പൊ യൂട്യൂബിലും മറ്റുമൊക്കെ നമ്മൾ ഉള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി വരും. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബിൽ അത് അനുവദിച്ചിട്ടില്ല. അത് അനുവദിച്ചാൽ ധാരാളം കാശ് കിട്ടും. അത് അനുവദിച്ചാലേ പബ്ലിസിറ്റി കൂടുകയുള്ളൂ. കാരണം അവരാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവര് ഈ നമുക്ക് അഡ്വർടൈസ്മെന്റ് തരുന്നവര് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. അത് പോക്ക് ചെയ്ത് വരും. അങ്ങനെ നമ്മൾ അനുവദിച്ചു കൊടുത്താലോ പരമ ബോറാണ്. ഈ നല്ല ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങളുടെ ഇടയിലൊക്കെ ചില വൃത്തികെട്ട പരസ്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നല്ല കാര്യമായിട്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ട്, ഭാഗവതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വല്ല അണ്ടർവെയറിൻ്റെയൊക്കെ പരസ്യമൊക്കെ വരിക. കൊള്ളൂ. അതുകൊണ്ട് നമ്മളത് ഇതുവരെയ്ക്ക് അനുവദിച്ചിട്ടില്ല. എല്ലാവർക്കും സമാധാനമായിട്ട് കാണാം, ഫുള്ളായിട്ട് കാണാം, ഒരു തടസ്സവും ഇല്ലാതെ കാണാം. പൈസ ഉണ്ടാക്കണം വിചാരിച്ചാൽ പലരും എന്നോട് പറയാറുണ്ട്, സ്വാമിജി എന്താ അങ്ങനെ ചെയ്യാത്തത്? സ്വാമിജിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് ആളുകൾ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് വരുമാനം കിട്ടിയിട്ട് എന്തിനാ? നമുക്ക് വരുമാനം കിട്ടിയാൽ ആരെങ്കിലുമൊക്കെ സേവിക്കാനാണ്, അല്ലാതെ നമ്മുടെ ആവശ്യത്തിനല്ല. അപ്പൊ ഇതൊരു സേവയാവട്ടെ, ഇങ്ങനെയുള്ള സേവയാവട്ടെ. നമുക്ക് ഏതെങ്കിലും കാലത്ത് ഗതികേട് വരുമ്പോ നോക്കാം. അങ്ങനെ ഗതികേട് വരാതിരിക്കട്ടെ. നാരായണ. പറഞ്ഞു വന്നത് ഇവിടെ
ബ്രേക്ക് വരുന്നത്, നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് വരുന്നത് സഹിക്കാനാവില്ല. ഇപ്പൊ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ശ്രീമുഖത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ കണ്ണുകൾക്ക് ഈ കൺപോളകളെ നിർമ്മിച്ച സൃഷ്ടികർത്താവ് അയാളൊരു മന്ദബുദ്ധിയാണ്, ഒരു ജഡനാണ്, അയാൾക്ക് ഇന്റലിജൻസ് ഇല്ല. എന്ത് പണിയാണ് അയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഒരു അബദ്ധമാണ് അയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആ ബ്രഹ്മദേവനെ ശപിക്കുകയാണ് ഇവിടെ ഇവർ ചെയ്യുന്നത്. അപ്പോ അത്ര പോലും സഹിക്കാത്ത ഞങ്ങൾക്ക് ഇപ്പോ അങ്ങ് തരുന്നതായിട്ടുള്ള വിരഹ ദുഃഖം എത്ര തീവ്രമാണെന്ന് ആലോചിച്ചുകൂടെ എന്ന് പറയാതെ പറയണം. ഭഗവാൻ ഇത് ആലോചിക്കാൻ ഒരു പ്രയാസമില്ല, നമുക്ക് തന്നെ ആലോചിച്ചാൽ കാണാം, കണ്ടു അല്ലേ, മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സൂചനയിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ അവനും ജഡനാണ്. ഇപ്പൊ ഭഗവാൻ ജഡനൊന്നുമല്ല. ഭഗവാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും, ഓ ഇത് ഇവർ പറഞ്ഞു വരുന്നത് എന്താണ്, അവർക്ക് അല്പനേരം പോലും എൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കൺപോള ഒന്ന് ചിമ്മി തുറക്കുന്ന സമയം പോലും അവർക്ക് സഹിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഇത്രയും നേരം അവരെ ഈ രാത്രിയിൽ എന്താ പറയുക, ഉപേക്ഷിച്ച് അനാഥകളായി വിരഹദുഃഖം അനുഭവിപ്പിച്ച് പീഡിപ്പിക്കുന്നത് എത്ര എന്താ പറയുക ക്രൂരകൃത്യമാണ് എന്ന് ഭഗവാന് തന്നെ തോന്നും. അതിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം. അപ്പോ ഭവാൻ അഹ്നി കാനനം അടതീയത്, അങ്ങ് എപ്പോഴാണോ പകൽ സമയത്ത് കാനനത്തിൽ പശുക്കളെ മേച്ച് നടക്കുന്നത്, ആ അങ്ങ് പോയതായിട്ടുള്ള സമയത്ത് ഞങ്ങളുടെ ഓരോ ത്രുടിയും യുഗമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അങ്ങയെ കാണാതിരിക്കുമ്പോൾ, ഇനി അങ്ങയെ കാണുമ്പോഴോ അങ്ങ് വൈകുന്നേരങ്ങളിൽ പശുക്കളെ മേച്ച് തിരിച്ചു വരുമ്പോൾ ആ എന്താ പറയുക ചുരുണ്ട തലമുടിയുമെല്ലാം മുഖത്തേക്ക് വീണ് കിടക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ആ ഐശ്വര്യപൂർണമായ സുന്ദരമായ മുഖം, അത് നോക്കി നിൽക്കുന്ന കണ്ണുകൾക്ക് ആ ഇമ വെട്ടുന്നത് ഞങ്ങൾക്ക് സഹിക്കാറില്ല. ആ ഇമയെ നിർമ്മിച്ച പക്ഷമകൃത്തായ ബ്രഹ്മദേവൻ ഒരു ജഡനാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അടതിയദ്ഭവാൻ അഹ്നികാനനം ത്രുടിയുഗായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജഡ ഉദീക്ഷതാം പക്ഷമകൃദൃശാം. അപ്പോൾ നമ്മുടെ ഉള്ളിലും ഇതുപോലൊരു തീവ്രമായ ഭക്തി, ഭഗവാനോട് പ്രേമം ഉണ്ടാകണം. ഭഗവാനെ ചിന്തിക്കാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയാതെ ആവട്ടെ. എപ്പോഴും ഏതവസ്ഥയിലും ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കാനാവട്ടെ. അതിൻ്റെ ഒരു ഭാവമാണ് ഇവിടെ ഭഗവാനെ കാണാതെ ഞങ്ങൾക്ക് ഓരോ ത്രുടിയും യുഗമായി തോന്നുന്നു. അങ്ങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൺപീലികൾ അടയുന്നത് പോലെ ഞങ്ങൾക്ക് വിഷമമാണ്. അതേ ഒരു ഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ, സ്മരിക്കാൻ, ധ്യാനിക്കാൻ കഴിയട്ടെ. ഭഗവത് സ്മരണയില്ലാതെ ഒരു നിമിഷം പോലും കഴിയാതെ ഇരിക്കട്ടെ. കരളിൽ വിവേകം കൂടാതെ ബത അരനിമിഷം ബത കളയരുതാരും, അല്ലേ? അപ്പൊ ആ അരനിമിഷം പോലും അല്ലെങ്കിൽ അല്പനേരം പോലും ഭഗവാനെ സ്മരിക്കാതിരിക്കാൻ ആവില്ല. ഏതവസ്ഥയിലും അങ്ങയുടെ സ്മരണ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ പാദാംബുജ സ്മരണ കുലശേഖരാഴ്വാർ പ്രാർത്ഥിക്കുന്നത് പോലെ എവിടെയായിരുന്നാലും ഏതവസ്ഥയിലും ദിവിവാ ഭുവിവാ മമാസ്തു വാസഃ നരകേവാ നരകാന്തക പ്രകാമം അവധീരിത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേപി ചിന്തയാനി. എപ്പോഴും ഏതവസ്ഥയിലും അങ്ങയുടെ പാദാരവിന്ദങ്ങൾ സ്മരിക്കുമാറാകട്ടെ. പിന്നെയുള്ളൊരു 4 ശ്ലോകങ്ങളുണ്ട്, അത് നമുക്ക് നാളെ വൈകുന്നേരം കാണാം. നാളെ രാവിലെ കുറച്ച് എൻഗേജ്മെൻ്റ് ഉണ്ട്. നാളെ രാവിലെ ക്ലാസ് ഉണ്ടാവില്ല, നാളെ വൈകുന്നേരം കാണാം. ഹരി ഓം.
ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ക്ലാസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഭഗവാനെ ചിന്തിക്കാതിരിക്കണ്ട. ക്ലാസ് ഇല്ലാത്തത് കൂടുതൽ ചിന്തിക്കാനുള്ള കാരണമാവട്ടെ, അല്ലേ? ഇന്ന് ക്ലാസ്സില്ലല്ലോ, ഇന്ന് ക്ലാസ്സില്ലല്ലോ എന്നുള്ള ചിന്ത തന്നെ ഭഗവത് ചിന്തയായിട്ട് മാറട്ടെ. ഇനി 13-ാം തീയതിയും രാവിലെ ഉണ്ടാവില്ല. വേറൊരു ആശ്രമത്തിൽ നമുക്കൊരു പരിപാടിയുണ്ട്. വൈകുന്നേരം പറ്റുമോയെന്നറിയില്ല. അത് കഴിഞ്ഞാൽ 14-ാം തീയതി 15-ാം തീയതി 2 ദിവസം കണ്ണൂരാണ് ഞാൻ. 15-ഉം 16-ഉം കണ്ണൂര് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ മണ്ഡലകാല പ്രഭാഷണത്തിനായിട്ട് പോണു. 17-ഉം 18-ഉം ഞാൻ കൊയിലാണ്ടിയിൽ സപ്താഹം നടത്തിയ അവിടെ 2 ദിവസം അന്തർയോഗം പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കപിലോപദേശം 2 ദിവസം, 16-ഉം 17-ഉം. പിന്നെ 18 മുതൽ 25 വരെ തലശ്ശേരിയിൽ ശ്രീരാമക്ഷേത്രത്തിൽ സപ്താഹം. തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രത്തിൽ സപ്താഹമാണ് 18 മുതൽ 25 വരെ. അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയാം. 14, 15, 16, 17, 18 മുതൽ 25 വരെ 3 സ്ഥലങ്ങളിലായിട്ടാണ്. ഒരേ ദിശയിലേക്കുള്ള യാത്രയാണ്. കപിലോപദേശം ലൈവ് കിട്ടുമോ നോക്കട്ടെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാലും 26-ാം തീയതിയും ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ പരിപാടി. 27-ാം തീയതി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. 28-ന് വീണ്ടും കോഴിക്കോട് ചിദാനന്ദപുരി സ്വാമിയുടെ ആശ്രമത്തിൽ പരിപാടി. 29, 30 ഇവിടെ ഉണ്ടാവും. 31-ന് കാഞ്ചീപുരത്തേക്ക് പോകണം. 12 ദിവസം കാഞ്ചീപുരത്തായിരിക്കും. കാഞ്ചീപുരം ശങ്കരമഠത്തിൽ ശങ്കരഭാഷ്യ പാരായണ പരിപാടിയാണ്. അപ്പോൾ ഇനിയൊരു കുറേ ബ്രേക്കാണ് വരാൻ പോണത്. ത്രുടിർ യുഗായതേ ത്വാമപശ്യതാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഭഗവാനെ വിളിച്ചോളൂ. എന്തായാലും ഈ രാസക്രീഡാ ഭാഗം വീണ്ടും വീണ്ടും കേൾക്കൂ, പല പ്രാവശ്യം കേൾക്കൂ. ആ ഗോപികമാരുടെ ഭക്തിഭാവം നമ്മളുടെ ഉള്ളിൽ ഉറക്കട്ടെ. ഓം. അപ്പോൾ തൽക്കാലം ശുഭരാത്രി. ഹരി ഓം. എല്ലാവർക്കും സുഖനിദ്ര. നാളെ വൈകിട്ട് കാണാം. നാളെ രാവിലെ ഇല്ല, വൈകിട്ട് കാണാം. ഹരി ഓം. അതിന് ഞാൻ എവിടെ പോയാലും ലൈവ് കൊടുക്കാൻ നോക്കാം. സപ്താഹമൊക്കെ ലൈവിൽ പറ്റുമോ നോക്കാം. അപ്പോൾ അത് കേൾക്കാലോ, പട്ടിണി കിടക്കണ്ട. കപിലോപദേശവും നോക്കട്ടെ, അവിടുത്തെ സൗകര്യം പോലെ ചെയ്യാം. കൊയിലാണ്ടി. മറ്റത് കണ്ണൂരിൽ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ സാധനാ പഞ്ചകം, ശങ്കരാചാര്യരുടെ ഉപദേശ പഞ്ചകം എന്ന് പറയുന്ന സാധനാ പഞ്ചകം. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിഷ്ണു സഹസ്രനാമ ജപമണ്ഡലകാലത്ത് അതിൻ്റെ ആചാര്യനായിട്ട് അത് തുടങ്ങി വയ്ക്കുക, കൂടെ ഇരിക്കുക. ഓ. അപ്പോൾ കണ്ണൂരുകാർ, കൊയിലാണ്ടിക്കാർ, തലശ്ശേരിക്കാർ ഒക്കെ അതാത് പരിപാടികൾക്ക് വന്നോളൂ. ഹരി ഓം നാരായണ.